Hi everyone, it's me Rahul. Welcome to MandarinFX YouTube channel. So നമുക്ക് നാളത്തെ ഡീറ്റെയിൽ അനാലിസിസിലോട്ട് പോവാം. അതിന് മുന്നേ ഇന്ന് നമ്മൾ ചെയ്ത ട്രേഡ് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിന്ന് ബൈ സൈഡിലോട്ട് ട്രേഡ് എടുത്തത് അല്ലേ. നമ്മുടെ പ്ലാൻ എന്തായിരുന്നു? മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, മാർക്കറ്റിൽ നിന്ന് മുകളിലോട്ട് പോകും, എന്നിട്ട് ഇവിടുന്ന് താഴോട്ട് വരും. ഇതായിരുന്നു നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്നത്. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു, മുകളിലോട്ട് പോയി, നമ്മൾ പറഞ്ഞ അതേ ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് ഒരു 70 പോയിൻറ്റ്സ് മൂവ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഐ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റിന് താഴോട്ട് മൂവ് ചെയ്യത്തില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പം ഈ വീഡിയോ കാണുന്നതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ അവിടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ മോർ ഷോർട്ട് ട്രേഡ്സ്. ഓക്കെ, നിഫ്റ്റിയിൽ ഇനി ഷോർട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് തന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ഞാൻ ബൈ കോള് കൊടുത്തിട്ടുണ്ടായിരുന്നു. നോർമലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നോർമലി ഒരു ബൈ കോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പോലെ എഴുതി വെച്ചിട്ട് പ്രീമിയം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ എൻട്രി എടുക്കുക, ഇവിടെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ ടാർഗറ്റ്. കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് ഞാൻ ഇവിടെ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് കംപ്ലീറ്റ്ലി അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഈ ഒരു ഹൈ വരെ എടുത്തു, നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, അല്ലെ നല്ലൊരു പ്രോഫിറ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ ട്രേഡ് ആയിരുന്നു. സോ നാളെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നാളെ ഓർക്കണം നിഫ്റ്റി എക്സ്പയറിയും കൂടിയാണ്. ആൻഡ് നാളെ നമുക്ക് ബൈ ഓൺ ദ ഡിപ്പ് ആണോ സെൽ ഓൺ ദ റൈസ് ആണോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ, ഇവിടെ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ, നമുക്ക് വീണ്ടും സെൽ ഓൺ ദ റൈസ് ആണ് വേണ്ടത്. ഓക്കെ, സെൽ ഓൺ ദ റൈസ് ആണ് നാളത്തെ പ്ലാൻ. ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് നമുക്ക് സെൽ ഓൺ ദ റൈസ് ചെയ്യാം. അതല്ല മാർക്കറ്റ് നാളെ ഗ്യാപ്പ് ഡൗൺ ആണ്. ഓക്കെ, ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ എന്താണ്? ബൈ ഓൺ ദ ഡിപ്പ്. സോ ബൈ എവിടെയാണ്? നമ്മുടെ ഈ ഏരിയയിലാണ് ബൈ 23,900 ഈ ഏരിയയിലാണ്. ഇവിടെ നമുക്ക് ബൈ, ഇവിടെ നമുക്ക് സെൽ ഓൺ ദ റൈസ്. സോ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യാമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തെന്ന് വിചാരിക്കുക. ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈ വരെ ട്രേഡ് ചെയ്യാം. എവിടെയാണ്? ഈ സപ്ലൈ സോൺ വരെ. ഇതൊരു മേജർ സപ്ലൈ സോണാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ 2 ദിവസം മുന്നേ മാർക്കറ്റ് ആദ്യം ഇവിടെ പോയി ഈ ട്രെൻഡ് ലൈനിൽ തട്ടി താഴെ വന്നു, വീണ്ടും മുകളിലോട്ട് കയറി, വീണ്ടും മുകളിലോട്ട് കയറി, തട്ടി താഴെ, ലാസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് ഒരു ഹ്യൂജ് ഫാൾ ചെയ്തു. സോ ഇന്നും മാർക്കറ്റ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ നോക്കി, നടന്നില്ല. മാർക്കറ്റ് താഴെ പോന്നു. 1 2 3 4 ടച്ച്. ഇന്നും മാർക്കറ്റ്, അതായത് 50 മിനിറ്റ്സ് ക്യാൻഡിലാണ്, അതായത് 2 മണി മുതൽ മാർക്കറ്റ് 2:45 വരെ 3/4 മണിക്കൂർ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം വീണ്ടും താഴോട്ട് വീഴുക ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ, ഈ ഒരു ട്രെൻഡ് ലൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വരച്ചു വെക്കുക നിങ്ങളുടെ ഇതേപോലെ. ഇതാണ് എൻ്റെ ചാർട്ട്. നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ചാർട്ട് റെഡിയാണ്. ഇതാണ് എൻ്റെ ചാർട്ട്. വരച്ചു വെക്കുക. ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഹൈ വരെ ട്രേഡ് ചെയ്യാം. 24,150 വരെ. ഇത് മേജർ സപ്ലൈ ആണ്. അതല്ല നേരെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് നേരെ ട്രേഡ് ചെയ്യാം താഴോട്ട്. ഓക്കെ, അതല്ല ഗ്യാപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ഡിപ്പൊന്ന് ട്രേഡ് ചെയ്യാം. അതല്ല ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ സൈഡ് വേസ് റേഞ്ച് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ സൈഡ് വേസ് റേഞ്ച് ആണ്. നോ ട്രേഡിംഗ് സോൺ ആയിരിക്കും ഈ ഏരിയയിലൊക്കെ ആണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ അപ്പ്, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മുകളിൽ താഴോട്ട്, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, സിമ്പിൾ പ്ലാനാണ്. നല്ല വൃത്തിക്ക് ചാർട്ട് വരച്ചും വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതേപോലെ നോക്കി ലെവൽ വരച്ച് നാളത്തേക്ക് വേണ്ടി റെഡിയാകുക. ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. കാരണം ഇന്ന് നമ്മൾ നേരെ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.